എങ്ങനെയാണ് സാർ KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഓർമ്മിക്കുന്നത്? KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ കേരളത്തിൽ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖല ശരിക്കും ഡൽഹിയായിരുന്നു. അതായത് 1960കളുടെ അവസാനം ഈ കോൺഗ്രസ്സിൽ ഒരു സ്പ്ലിറ്റ് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അതായത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിൻ്റെ ഇടതുപക്ഷ പുരോഗമന സ്വഭാവം വളരെ വ്യക്തമായി പ്രകടമാക്കിയ ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ വന്ന യുവ നേതാക്കളിൽ ഒരാളായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. കേരളത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ വളരെ വിചിത്രമായൊരു സാഹചര്യത്തിലായിരുന്നു. 1971 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്, വടകരയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ലീലാ ദാമോദര മേനോനെയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഡൽഹിയിൽ നിന്ന് KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയായിട്ട് അയക്കുന്നത്. അദ്ദേഹം ഇവിടെ ആരാണെന്ന് പോലും ഇവിടുത്തെ ലോക്കൽ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു നിലയിലാണ് ഉണ്ണികൃഷ്ണൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ 71 വടകരയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത അദ്ദേഹം 77 വരെ ആ ലോകസഭയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്നു. പക്ഷേ 77 നമുക്കറിയുന്നത് പോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പരാജയപ്പെടുകയും അത് കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റിലേക്ക് എത്തുകയും ചെയ്തു, പാർട്ടി പിളരുകയും ചെയ്തു. അപ്പോൾ ആ പാർട്ടി പിളർന്നപ്പോഴത്തേക്ക് അന്ന് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റിൻ്റെ ഭാഗമായിരുന്നു ഉണ്ണികൃഷ്ണനിലാണ്. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ്, പിന്നെ ഇവിടെ AK ആൻ്റണി അടക്കമുള്ളവരെല്ലാവരും അതിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇവരെല്ലാവരും തന്നെ 1/1 ആയിട്ട് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ മാത്രം ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന നിലയിൽ നിലനിൽക്കുകയും പിന്നെ അദ്ദേഹം കേരളത്തിലെ ഇടതുമുന്നണിയുടെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഇന്നിപ്പം നമ്മൾ ഉണ്ണികൃഷ്ണൻ്റെ നോക്കുമ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണനെ എന്താ പറയുന്ന ഒരു സ്കോളർ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായ വായനാശീലം, വളരെ വിപുലമായ ലൈബ്രറി, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ കാര്യങ്ങളായിരുന്നു. ഞാനെല്ലാം ഡൽഹിയിൽ പത്രപ്രവർത്തനം തുടങ്ങുന്ന 1980കളുടെ അവസാന വർഷങ്ങളിൽ ഉണ്ണികൃഷ്ണനെ വളരെ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹമായിട്ട് ഇടപഴകാനുമായിട്ടുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു സാധനമെന്ന് പറയുന്നത് അദ്ദേഹം VP സിംഗ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് 1990-91 കാലത്തെ ആദ്യത്തെ ഗൾഫ് യുദ്ധത്തിൻ്റെ സമയത്ത് കുവൈറ്റിൽ കുടുങ്ങിപ്പോയ മലയാളികളെ മുഴുവനായിട്ട്, ഇന്ത്യക്കാർ പ്രധാനമായിട്ടും മലയാളികളായിരുന്നു, അവരെ മുഴുവനായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് നടത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. അന്നത്തെ കേന്ദ്ര സർക്കാരിൽ ഈ ഒരു സാധനം നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ വാദം ഉന്നയിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണനായിരുന്നു. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണനെ പോലെ പ്രഗത്ഭനായ ഒരു മന്ത്രി അല്ലായിരുന്നു അന്ന് ഈ കേരളത്തിൽ നിന്നുണ്ടായിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അന്ന് ഏകദേശം 1,70,000-ഓളം ഇന്ത്യക്കാരാണ് അവിടെ കുടുങ്ങിക്കിടന്നത്. അതായത് ഒരു നോമാൻസ് ലാൻഡാണ്, മരുഭൂമിയിലാണ്, ജോർദാൻ മരുഭൂമിയിലാണ്. കുവൈറ്റിൽ നിന്ന് ഓടി വന്ന് ജോർദാൻ മരുഭൂമിയിൽ എവിടെ കിടക്കുകയാണ്. അപ്പം ഇവർക്ക് വേണ്ടുന്ന, അവർ ഏകദേശം എനിക്ക് തോന്നുന്ന എയർ ഇന്ത്യ 63-65 ദിവസം തുടർച്ചയായി നടന്ന ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരെ കൊണ്ടുവരുന്നതിന് ഇവർക്ക് അതുവരെ താമസിക്കാനായിട്ടുള്ള താൽക്കാലികമായ ടെൻറ്റുകൾ ഒരുക്കുന്നതനുസരിച്ചിട്ട്, അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ടെൻറ്റിങ് മെറ്റീരിയൽസ് ജോർദാനിലെത്തിച്ച് ആ ടെൻറ്റുകൾ ഉണ്ടാക്കി, അങ്ങനെ ആ ടെൻറ്റുകളിൽ അവരെ താമസിപ്പിച്ചിട്ടാണ് 1/1 ആയിട്ട് അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് അന്ന് ക്യാബിനറ്റിൽ അന്നത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രി ഒബ്ജക്ഷൻ വെച്ചു എന്നാണ് പറയുന്നത്. ഇവരെ വരുമ്പോൾ ഇവരുടെ പൈസ ആര് കൊടുക്കും? എയർ ഇന്ത്യയുടെ ടിക്കറ്റ് പൈസ. അപ്പോൾ അന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ വരുന്നവരുടെ എല്ലാവരെയും പാസ്പോർട്ടിൽ എൻഡോഴ്സ് ചെയ്ത് മേടിക്കുക. കാരണം ഇവർ രണ്ടാമത് തിരിച്ചു പോകുമ്പോൾ ഈ പൈസ തിരിച്ചു കൊടുത്തിട്ട് ഇവർക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള നിലയിലേക്ക് ഈ കാര്യങ്ങളെ
ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം.